നോമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾ അള്ളാഹുവിന്റെ മലക്കുകൾ വിളിക്കും, ബാബുർ റയ്യാനിലൂടെ വിളിക്കും. അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരം ചെയ്തവരെ ബാബുൽ ജിഹാദിലൂടെ വിളിക്കും. നിസ്കാരം എമ്പാടും ഇഷ്ടപ്പെട്ടവരെ സുന്നത്തായിട്ട് അങ്ങനെ നിസ്കരിക്കുകയാണ്. നിസ്കാരം നിസ്കരിച്ചുകൊണ്ട് മടുപ്പ് വരാത്തവർ മുസല്ലം അച്ചുവെക്കാറില്ല, മടക്കി വെക്കാറില്ല. അങ്ങനത്തെ എത്രയോ ഉമ്മമാർ, എത്രയോ നല്ല സഹോദരിമാർ, എത്രയോ നല്ല പുരുഷന്മാർ, ഉപ്പമാര്, പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ നിസ്കാരം ഇഷ്ടപ്പെട്ടവരെ നിസ്കാരത്തിന്റെ വാതിലിലൂടെ വിളിക്കുമെന്ന് ഹബീബ് പറഞ്ഞപ്പോഴാ നബിയെ, ഒരു വാതിലിലൂടെ ഒരാളെ വിളിച്ചാൽ കുഴപ്പമില്ല നബിയെ, എല്ലാ വാതിലിലൂടെയും ആരെങ്കിലും വിളിക്കുമോ നബിയെ? ഇതെല്ലാം ഒരാൾ ഇഷ്ടപ്പെട്ടു, എല്ലാം ചെയ്തു. എന്നാൽ എല്ലാ വാതിലിലൂടെയും അവരെ വിളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും നബിയെ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 60 വർഷത്തെ കൂട്ടുകാരൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖേ വഅൻത മിൻഹും, നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്, നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്. നിങ്ങളെ എല്ലാ വാതിലൂടെയും മലക്കുകൾ വിളിക്കും. സിദ്ദീഖേ ഇതിലെ വരിൻ, നിങ്ങൾ സ്വതക്ക ഇഷ്ടപ്പെട്ടവരല്ലേ, വരണം. നിങ്ങൾ ജിഹാദ് ഇഷ്ടപ്പെട്ടവരല്ലേ. ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന 17കാരനെ റോമായിലേക്ക് അയക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ജഹസ ജയ്ഷ റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളുടെ സൈന്യം അവർ പോവട്ടെ, ആ എക്സ്പെഡിഷൻ നടക്കട്ടെ എന്ന് പറഞ്ഞ് മുർത്തദ്ദീങ്ങളുടെ വലിയൊരു പരീക്ഷണം ഇസ്ലാമിക രാജ്യത്തുണ്ടായപ്പോ ഹബീബിന് വേണ്ടി ധർമ്മസമരത്തിന് ഇറങ്ങിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇതിലെ വരിൻ സിദ്ദീഖേ, ഇതിലെ വരണം. മലാഖമാർ വിളിക്കും. നിസ്കാരത്തിന്റെ വാതിലൂടെ വിളിക്കും സിദ്ദീഖ് എന്നവരെ. മദീന പള്ളിയുടെ എല്ലാ വാതിലടച്ചാലും ഇല്ല ബാബ് സിദ്ദീഖ്, സിദ്ദീഖ് എന്നവരുടെ വാതിലടക്കല്ലേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. പള്ളിയിലേക്ക് ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന മഹാൻ സിദ്ദീഖ് തങ്ങളാണ്. എല്ലാ പുണ്യവും കൊണ്ടുപോയില്ലേ, എല്ലാ പുണ്യവും. അന്ന് ഹബീബായ തങ്ങൾ ചോദിച്ചുവല്ലോ, മൻ മിൻകും അസ്ബഹ സ്വായിമാ, നിങ്ങളിൽ ആരാണ് ഇന്ന് സുന്നത്ത് നോമ്പെടുത്തത്? മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ആർക്കാണ് സുന്നത്ത് നോമ്പുള്ളത്? സദസ്സെന്ന് ഒരാൾ മാത്രം, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പ്രഭാത നേരത്താണ് ഹബീബ് ചോദിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, വമൻ മിൻകുമുൽ യൗമ ത്വഅമ മിസ്കീന, ഒരു മിസ്കീനിന് ആരാണ് ഇവിടെ ഭക്ഷണം കൊടുത്തത്? ആരുമില്ല. അന്ന് സ്വഹാബികൾ അത് ചെയ്യുന്നവരാണ്, പക്ഷേ ആ പർട്ടിക്കുലർ ഡേ അന്ന് ആരും ചെയ്തില്ല. സിദ്ദീഖ് തങ്ങൾ കൈപൊക്കി, അനയാ റസൂലല്ലാഹ്, ഞാനത് ചെയ്തിട്ടുണ്ട് നബിയേ, ഒരു പാവപ്പെട്ടവനെ ഞാൻ ഇന്ന് ഭക്ഷണം കൊടുത്തിട്ടാ വരുന്നത്. വമൻ മിൻകുമുൽ യൗമ ആദ മരീദാ, നിങ്ങളിൽ ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഹബീബ് ഒരിക്കൽ കൂടെ ചോദിച്ചു, മൻ മിൻകുമുൽ യൗമ തബിഅ ജനാസ, ഒരു മുസ്ലിമിന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് ഖബർസ്ഥാനിലേക്ക് പോകുമ്പോ ആരാണ് ആ മഖബറയിലേക്ക് കൂടെ പോയത്? ഇന്നത്തെ ദിവസം ആരുമില്ല, ഒരേ ഒരാൾ മാത്രം, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഈ 4 നന്മകൾ ഏതൊരു മനുഷ്യനിൽ സമ്മേളിക്കുന്നുവോ ഇല്ലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് അവർ പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് മുഅ്മിനേ, ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട 4 ഗുണങ്ങൾ വേറെ കൂടെ നമുക്ക് പഠിക്കാറായി. ഒന്ന്, സുന്നത്ത് നോമ്പെടുക്കുന്നത്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, രോഗികളെ സന്ദർശിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, സദ്യകൾക്ക് പോകാൻ നമുക്ക് ഇഷ്ടമാണ്, ഭക്ഷണമുള്ളിടത്തേക്ക് പോകാൻ നമുക്ക് ഇഷ്ടമാണ്. വിശന്നപ്പോ നീ എന്തേ ഭക്ഷണം കൊടുക്കാതിരുന്നത്? ലൗ ഫഅൽതഹാ, നീ അത് ചെയ്തിരുന്നുവെങ്കിൽ ലവജത്തദാലിക ഇൻദി, അതിന്റെ കൂലി നിനക്ക് ഇവിടുന്ന് വാങ്ങാമായിരുന്നല്ലോ. അല്ലാഹു പറയും. പിന്നെ പറഞ്ഞെന്ത്? നീ എന്തേ എനിക്ക് വെള്ളം തരാതിരുന്നത് ദാഹിച്ചപ്പോ? ഉമ്മമാരെ, സഹോദരിമാരെ, അറിയണം, വെള്ളത്തിന്റെ ക്ഷാമം കഴിഞ്ഞ് മാസമായിട്ടില്ല നമുക്ക് മഴ കിട്ടാൻ തുടങ്ങിയിട്ട്, അല്ലേ? കടുത്ത വരൾച്ചയിലായിരുന്നുവല്ലോ നമ്മൾ. കിണറുകളിൽ വെള്ളമുള്ള കിണറുകളിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം, അല്ലെങ്കിൽ ഒന്ന് മോട്ടോർ വെച്ചോട്ടെ, ഒന്ന് വീട്ടിലേക്ക് വെള്ളത്തിന്, കുടിവെള്ളത്തിന്, ബാത്റൂമിലേക്ക് പോവാൻ.
വിഷമിക്കുന്ന ഘട്ടങ്ങളിൽ കിണറുകളിൽ വെള്ളമുള്ള വീട്ടുകാരോട് ഒരൽപ്പം വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്നവർ അള്ളാഹുവിനെ പേടിച്ചോളൂ. വലിയ ഗുരുതരമായ തെറ്റാണ് സംഭവിച്ചത്. പറ്റില്ലെന്നോ കിണറ്റ് വെള്ളം തീരുമെന്നോ ഞങ്ങൾക്ക് കിട്ടില്ലെന്നോ പറഞ്ഞ് നമ്മളെങ്ങാനും അങ്ങനെ ഒരു മറുപടി അയൽപ്പക്കക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉമ്മമാരെ, സഹോദരന്മാരെ, നിങ്ങളെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അഹ്സിൻ ഇലാ ജാരിക തഖ്തകുൻ മുഅ്മിന. അയൽവാസിക്ക് ഉപകാരം ചെയ്യുന്നവനാണ് ഈമാനിന്റെ അടയാളം കാണപ്പെടുന്നവർ. അള്ളാഹു ചോദിക്കും, ദാഹിച്ചപ്പോ, ദാഹമുള്ള സത്യവിശ്വാസികൾ മനുഷ്യരുണ്ടായപ്പോ എന്തുകൊണ്ട് നീ വെള്ളം കൊടുത്തില്ല? അല്ലാഹുവേ, അല്ലാഹുവേ, നിനക്ക് ദാഹിച്ചില്ല, നിനക്കെങ്ങനെ ദാഹിക്കും? ഞാനല്ല, എന്റെ അടിമക്ക് ദാഹിച്ചപ്പോ എന്തുകൊണ്ട് വെള്ളം കൊടുത്തില്ല? അത് ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ നിനക്കതിന് കൂലി കിട്ടുമായിരുന്നേനെ. പിന്നെ ചോദിക്കും, തമ്പുരാൻ, എന്റെ വസ്ത്രം എനിക്ക് തരാതിരുന്നത്? റബ്ബേ, നിനക്ക് വസ്ത്രം വേണോ? നിന്റെ അലമാരകളിൽ എമ്പാടും വസ്ത്രം നീ തൂക്കി വെച്ചപ്പോ ഓരോരോ ചുരിദാറിലേക്ക്, ഓരോരോ വസ്ത്രത്തിലേക്ക് വേണ്ട ഫാൻസികളും അതിലേക്ക് വേണ്ട ചെരുപ്പുകളും വേറെ വേറെ, അലമാരകൾ മുഴുവനും വസ്ത്രങ്ങൾ വെച്ച് നിറച്ചപ്പോ നിന്റെ 4 വീടപ്പുറത്ത് കിടക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് റമദാൻ കഴിഞ്ഞ് പെരുന്നാളിന് ഒരു നല്ല വസ്ത്രം എടുക്കാൻ കഴിയാതെ വന്നപ്പോ എന്തുകൊണ്ട് നീ അവർക്ക് വസ്ത്രം മേടിച്ചു കൊടുത്തില്ല എന്ന് അല്ലാഹു ചോദിക്കും. അത് ചെയ്തിരുന്നെങ്കിൽ നിനക്കിവിടെ സ്വർഗ്ഗലോകത്ത് അതിന്റെ കൂലി കിട്ടുമായിരുന്നല്ലോ. ഇനി പറയാൻ പോകുന്നു, ശ്രദ്ധിക്കാം. അല്ലാഹു പറയുന്നു, മരിൽതു, എനിക്ക് രോഗം വന്നപ്പോ നീ എന്തേ എന്നെ കാണാൻ വരാത്തത്? നിനക്ക് രോഗം വരെ റബ്ബേ. വഅൻത റബ്ബുൽ ആലമീൻ, നീയല്ലയോ റബ്ബേ ലോകരക്ഷിതാവ്. നിനക്കെങ്ങനെയാ രോഗം വരുന്നത്? മനുഷ്യനായ ഒരാൾക്ക്, ഒരാണിനോ പെണ്ണിനോ, നിന്റെ ബന്ധുവിനെ, നിന്റെ അയൽവാസിക്ക്, നിന്റെ കുടുംബക്കാരന്, നിന്റെ സുഹൃത്തിന്, നിന്റെ നാട്ടുകാരന് ഒരു മാരകമായ രോഗമുണ്ടെന്നറിഞ്ഞപ്പോ ആശ്വസിപ്പിക്കാൻ നിനക്ക് കഴിയുമായിരിക്കെ, ചെന്ന് കാണാൻ കഴിയുമായിരിക്കെ, വീട്ടിലോ ഹോസ്പിറ്റലിലോ ചെന്ന് എത്തിക്കാൻ കഴിയുമായിരിക്കെ, എന്തുകൊണ്ട് നീ ചെന്ന് നോക്കിയില്ല എന്ന് അല്ലാഹു നാളെ ചോദിക്കുമത്രേ. ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹു ചോദിക്കും, അത് നീ ചെയ്തിരുന്നുവെങ്കിൽ, നേരത്തെ പറഞ്ഞെന്താ? കൂലി ഇവിടെ കിട്ടുമായിരുന്നു, കൂലി ഇവിടെ കിട്ടുമായിരുന്നു, കൂലി കിട്ടുമായിരുന്നു. ഇനി പറയാൻ പോകുന്നത് നീ അത് ചെയ്തിരുന്നുവെങ്കിൽ ആ രോഗിയുടെ അരികത്ത് ഞാൻ ഉണ്ടായിരുന്നല്ലോ, നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നല്ലോ. അല്ലാഹു പറയാം. അപ്പൊ എത്രയാണ് ഒരു രോഗിന്റെ കൂടെ നിൽക്കുന്നതിന്റെ കൂലി? ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്നതിന്റെ കൂലി എത്രയാണ്? ഹബീബായ തങ്ങൾ പറയുന്നു, രോഗസന്ദർശനം, ഭക്ഷണം കൊടുക്കുന്നത്, സുന്നത്ത് നോമ്പെടുക്കുന്നത്, പിന്നെ തബിഅ ജനാസ, ഒരു ജനാസയെ അനുഗമിക്കുന്നത് ഖബർസ്ഥാനിലേക്ക്, ഈ 4 ഗുണങ്ങൾ ആര് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടോ, ഇല്ലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവർക്ക് സ്വർഗ്ഗം ഉറപ്പാണെന്ന് ഹബീബായ റസൂലുള്ളാഹ്. അല്ലാഹു നമുക്ക് സ്വർഗ്ഗം തരാനുള്ള, കിട്ടാനുള്ള അസ്ബാബുകൾ അല്ലാഹു നമുക്ക് തരട്ടെ. ഹബീബായ തങ്ങൾ പറയുന്നു, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അല്ലാഹുവിന്റെ ചരക്ക് വിലപിടിപ്പുള്ള ചരക്കാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ അലാ വഹിയൽ ജന്ന, സ്വർഗ്ഗം വില കൊടുത്തു വാങ്ങാനുള്ളതല്ല, വില കൊടുത്തു വാങ്ങാനുള്ളതല്ല. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ ലാ യദ്ഖുലു അഹദുകുമുൽ ജന്നത ഇല്ലാ ബിറഹ്മതിഹി, അല്ലാഹു നൽകുന്ന കാരുണ്യം കൊണ്ടല്ലാതെ, അവന്റെ ഫദ്ല് കൊണ്ടല്ലാതെ, ഔദാര്യം കൊണ്ടല്ലാതെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയില്ല. അവർ ചോദിച്ചു, നബിയേ, അമലുകളെ കൊണ്ട് കഴിയില്ലേ? ഇല്ല. അമലുകൾ ചെയ്താൽ അള്ളാന്റെ കാരുണ്യം കിട്ടാൻ കാരണമാണ്. പക്ഷേ കാരുണ്യമാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള കാരണം. കരുണയാൽ റബ്ബിന്റെ ഔദാര്യമല്ലാതെ സ്വർഗത്തിൽ കടക്കില്ല. നമ്മുടെ അമല് കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന ലോകമല്ല അള്ളാഹുവിന്റെ സ്വർഗലോകം. അമല് കൊണ്ട് വാങ്ങിക്കാൻ പറ്റൂല. വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന വില പിടിപ്പുള്ളതിനല്ലേ, വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ലേ വാങ്ങിക്കാൻ പറ്റൂ. സ്വർഗത്തിന് വില കെട്ടാൻ കഴിയില്ലല്ലോ. അതിൽ അല്ലാഹു വെച്ചത് എന്തൊക്കെയാണെന്നാ. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഇല്ലാ ബിറഹ്മതി വലാ അൻത യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ നബിയേ, അന്നും സ്വർഗത്തിൽ പോകുന്നത് അല്ലാഹു നൽകുന്ന കരുണ കൊണ്ട് തന്നെയാണോ? അതല്ല അന്ന് ചെയ്ത അമൽ കൊണ്ടാണോ?
വലാ അന എനിക്കും സാധ്യമല്ല ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് അല്ലാഹു എന്നെ അങ്ങ് പൊതിഞ്ഞാലല്ലാതെ എനിക്കും നാളെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ മുന്നോട്ട് എത്തിച്ചു തരട്ടെ. നമ്മുടെ മുൻഗാമികളിൽ 500 വർഷം ജീവിച്ച ഒരാളിന്റെ കഥ പറഞ്ഞിട്ടുണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുകളിൽ വന്നിട്ടുള്ള ഹദീസാണത്. 500 വർഷം ജീവിച്ചു. 500 വർഷം അല്ലാഹു ആയുസ് കൊടുത്തു ഇബാദത്ത് ചെയ്തു. ഒരു ദ്വീപിൽ, ഒരു മലയുടെ മുകളിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം താഴെ ഇറങ്ങും. എന്നാൽ തന്റെ മഠത്തിന്റെ ഗുഹയുടെ അരികത്ത് ഒരു ഉറുമാമ്പഴം, വർഷത്തിൽ ഒരിക്കൽ കായ്ക്കുന്ന ആ പഴം, ആ വൃക്ഷം എല്ലാ ദിവസവും ഇയാൾക്ക് വേണ്ടി ഒരു ഉറുമാനായി കായ്ച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ അല്ലാഹു നിഅമത്ത് ചെയ്ത ഒരു ചെറുപ്പക്കാരൻ, ഒരു ആബിദായ മനുഷ്യൻ. ഈ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റുക. അതുകൊണ്ട് വെറുതെ സ്വർഗലോകത്തിന്റെ മഹാത്ഭുതങ്ങൾ നമ്മൾ അറിയുകയാണ്, കേൾക്കുകയാണ്. ആ ലോകം നമ്മൾ അറിയുകയാണ്. കൊതി വരും അങ്ങോട്ട് പോവാൻ. ഷൗഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് പോവാൻ വല്ലാത്തൊരു കൊതി വരുമെന്നാണ്. കൊതി വരും. അല്ലാഹുവേ നമുക്ക് ഭാഗ്യം നീ നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. തങ്ങളന്ന് ഒരു വിരിപ്പിൽ, ഒരു പായയിൽ കിടന്നിരിക്കുന്നു. അസ്സറത് ഫീ ജംബിഹി, ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ ആ പായയുടെ അടയാളങ്ങളുണ്ട്. ഇത് കണ്ടപ്പോ ഫബകാ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. മാ യുബ്കീക യാ ഉമർ, ഉമറേ നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുന്നു ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, എന്തിനാ കരയുന്നത് ഉമറേ? യാ റസൂലല്ലാഹ് മുലൂകു കിസ്റാ വറൂം യനാമൂന അല ദീബാജ് വൽ ഹരീർ വഅൻത തനാമു അലാ ഹസീർ. നബിയേ, റോമക്കാരും യൂറോപ്യരും തുർക്കികളുമായ ഭരണാധികാരികൾ, ഇറാനികളായ പേർഷ്യക്കാരായ ഭരണാധികാരികളൊക്കെ പട്ടുമെത്തയിൽ കിടന്നുറങ്ങുമ്പോൾ വതനാമു അലാ ഹസീർ, നബിയെ അങ്ങുറങ്ങുന്നത് ഈത്തപ്പന ഓലകൾ മേഞ്ഞ, ഈത്തപ്പന ഓലകൾ കൊണ്ട് നെയ്തുണ്ടാക്കിയ പരുഷമായ ഒരു പായയിലല്ലേ നബിയെ? ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. വൈഹക ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മോനെ നിങ്ങൾ എന്താ വിചാരിച്ചത്? അമാ തർലാ അൻ തകൂന ലഹുമുദ് ദുനിയാ വലനൽ ആഖിറ. ഉമറേ, അമാ തർലാ അൻ തകൂന ലഹുമുദ് ദുനിയാ വലഹുമുൽ ആഖിറ. ഈ ലോകത്തിന്റെ ആർഭാടങ്ങളും സുഖങ്ങളും അല്ലാഹു ഈ രാജാക്കന്മാർക്ക് കൊടുക്കുകയും നമുക്ക് അല്ലാഹു പരലോകം നൽകുകയുമാണെങ്കിൽ ഉമറേ എന്ത് കുഴപ്പമുണ്ട് എന്ന് മഹാനായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അവിടെ വേണ്ടേ? നമുക്ക് അവിടെ വേണ്ടേ? നമുക്ക് അവിടെ ഉണ്ടല്ലോ, അവിടെയുണ്ടല്ലോ നമുക്ക്. മഹാനായ ഇസ് ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു അന്ന് ഖൈറയിലൂടെ നടക്കുമ്പോഴാണ്, മനോഹരമായ ഒരു വെളുത്ത കുതിരപ്പുറത്ത് ഇങ്ങനെ നടക്കുമ്പോഴാണ്, മനോഹരമായ ഒരു കുതിരപ്പുറത്ത് അന്ന് ഒരു കൊല്ലന്റെ പണിയെടുക്കുന്ന ബ്ലാക്ക് സ്മിത്ത്, കൊല്ലന്റെ ഇരുമ്പൊക്കെ അടിച്ചു നന്നാക്കുന്ന ചൂളയിൽ കഴിയുന്ന ഒരു ജൂതൻ, അവിടെ ഒരു പ്രായമുള്ള വൃദ്ധനായ ആൾ, അദ്ദേഹം ഒരു കമീസ് ധരിച്ചു, പക്ഷേ മുഴുവൻ കരിയാണ്, കൈകളിൽ കരിയുണ്ട്, ദേഹത്ത് കരിയുണ്ട്. അയാൾ ഇങ്ങനെ വന്നിട്ട് ഇസ് ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിന്റെ ആ കുതിരയുടെ മൂക്ക് കയറി പിടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങളുടെ നബിയുടെ ഒരു ഹദീസ് ഓർമ്മയുണ്ടോ? എന്താണ്? അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. കാഫിറായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവിശ്വാസിക്ക് ഇത് സ്വർഗ്ഗതുല്യമാണെന്നും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് നരകതുല്യമാണ് ഈ ലോകമെന്നും പറഞ്ഞത് ഓർമ്മയുണ്ടോ? വഅയ്യു ജന്നത്തിൻ അന ഫീ വഅയ്യു സിജ്നിൻ അൻത ഫീ. ഒന്ന് നോക്കണം, ഈ കരി പിടിച്ച് കിടക്കുന്ന, അധ്വാനിച്ച് തളർന്നു കിടക്കുന്ന ഞാൻ എന്ന അവിശ്വാസിക്കത് സ്വർഗമാവണ്ടേ? എന്ത് സ്വർഗ എന്റെ കയ്യിലുള്ളത്? നിങ്ങൾക്ക് എന്ത് നരകമാണിത്? മനോഹരമായ കുതിരപ്പുറത്തല്ലേ നിങ്ങൾ ഇരിക്കുന്നത്? ഇത് പറഞ്ഞപ്പോൾ ഇസ് ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വരുന്നു, സഹോദര, അല്ലാഹു നാളെ സ്വർഗലോകത്ത് ഞങ്ങൾക്ക് ഒരുക്കി വെച്ച അനുഗ്രഹങ്ങൾ ആലോചിച്ചു നോക്കുമ്പോൾ
സ്വർഗലോകത്തിന്റെ അനുഗ്രഹങ്ങൾ ആലോചിച്ചു നോക്കുമ്പോൾ ഇത് ഞങ്ങൾക്ക് ജയിൽ പോലെയാണ്, കാരാഗൃഹം പോലെയാണ്. നിനക്കല്ലാഹു നിങ്ങളുടെ അവിശ്വാസത്തിന് അല്ലാഹു നൽകുന്ന ശിക്ഷയായ നരകം ഓർക്കുമ്പോൾ തീർച്ചയായും ഈ ലോകം നിനക്ക് സ്വർഗം തന്നെയാണെന്ന് മഹാനായ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ ഈമാനിന്റെ ബലത്തിലെങ്കിലും നാളെ രക്ഷപ്പെടാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനേ. ഖത്താബിന്റെ മോനെ, നാളെ അല്ലാഹു പട്ടുടയാളുകളും സ്വർഗീയ മെച്ചകളും നൽകുന്ന അലൽ അറായികി മുത്തകിഊൻ, ചാരിക്കട്ടിലിൽ കിടക്കുന്ന ഇടമാണത്, വിശ്രമിക്കുന്ന ലോകമാണത്. എന്നാൽ ഉറക്കമില്ല. അവർ ചോദിച്ചു, നബിയെ സ്വർഗത്തിൽ ഉറങ്ങുമോ? സ്വർഗത്തിൽ ഉറക്കമില്ല. സ്വർഗത്തിൽ ഉറക്കമില്ല. എന്തുകൊണ്ട് നബിയെ? കാരണം അല്ലാഹു പറഞ്ഞില്ലയോ, ലാ യമൂതൂൻ, അവർക്ക് മരണമില്ല സ്വർഗത്തിൽ. വന്നൗമു അഖുൽ മൗത്ത്, ഉറക്കമെന്നത് മരണത്തിന്റെ ഒരു സഹോദരൻ തന്നെയാണല്ലോ. അതുകൊണ്ട് ഉറക്കം സ്വർഗത്തിലില്ല, അവിടെ ഉണർവ് മാത്രമേ ഉള്ളൂ. യദ്ഖുലൂനൽ ജന്ന, സ്വർഗത്തിലേക്ക് അവർ കടക്കുമ്പോൾ അവര് ശബാബൻ, ചെറുപ്പക്കാരാണ്, മുർദൻ, യൗവനത്തിന്റെ ആ പ്രാരംഭ ദശയിലാണ്. മുകഹലീന, കണ്ണുകളിൽ സുർമ എഴുതിയ പോലെയാണ് സത്യവിശ്വാസികൾ സ്വർഗത്തിലേക്ക് കടക്കുന്നതത്രേ. മുത്തുനബിയുടെ മുമ്പിൽ വന്നല്ലേ ഒരു പ്രായമുള്ള ഉമ്മ ചോദിച്ചത്. നല്ല പ്രായമുള്ള ഒരു ഉമ്മ ഹബീബായ നബിയോട് ചോദിക്കുന്നു, നബിയേ അല്ലാഹുവിനോട് എന്നെ സ്വർഗത്തിൽ കടത്താനെന്ന് ദുആ ചെയ്യണമേ. നമ്മളൊക്കെ വാദനക്ക് ദ്വാരക്ക എത്തിക്കൊടുക്കൂലേ, സ്വർഗപ്രവേശം തരണം, നാളെ ആഖിറം നന്നാവണം. ഹബീബായ തങ്ങളോട് വന്ന് പറഞ്ഞു കൊടുക്ക, നബിയെ ഒന്ന് ദ്വാരക്ക്, നബിയെ സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് ദ്വാരക്കണം നബിയെ. നല്ല പ്രായമുള്ളൊരു ഉമ്മയാണ്. ഹബീബായ തങ്ങളുടെ മിസാഹിൽ, തങ്ങളുടെ തമാശകൾ പറഞ്ഞ വിവരങ്ങളിൽ അല്ലാമ തുർമുദി തങ്ങളടക്കമുള്ള സുനന്റെ ഇമാമിങ്ങളും അല്ലാത്തവരും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉമ്മ പ്രായമുള്ളവരൊന്നും സ്വർഗത്തിലില്ലല്ലോ. ഉമ്മ കരഞ്ഞങ്ങ് പോയി. തങ്ങൾ വിളിച്ചവരെ, ഉമ്മ ഞാൻ പറഞ്ഞത് പ്രായമുള്ള അവസ്ഥയിലല്ല നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കുന്നത്. നിങ്ങൾ സ്വർഗത്തിലേക്ക് വരുമ്പോൾ നല്ല യുവതിയായി 33 വയസ്സിന്റെ യൗവനത്തിലായി, 33 വയസ്സുള്ള യുവതിയായി, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരിയായി, അതിസുന്ദരിയായിട്ടാണ് ഉമ്മ നിങ്ങൾ സ്വർഗത്തിലേക്ക് വരുന്നത്. മിൻഹും, അവിടെ പ്രായം ഉണ്ടാവില്ല, പ്രായം വർദ്ധിക്കുകയുമില്ല, പ്രായം കൂടൂല. ദുനിയാവിൽ പ്രായം കൂടാത്ത ഒരു കൂട്ടരേ ഉള്ളൂ, നമ്മളെ പെണ്ണുങ്ങള്. അവർക്ക് പ്രായം കൂടുന്നേ ഇല്ല. കഴിഞ്ഞ കൊല്ലം 25 വയസ്സ്, ഞാൻ ഈ കൊല്ലം 5 കൊല്ലം കഴിഞ്ഞാൽ എത്രയുടെ എനിക്ക് വയസ്സ്? കുട്ടിക്ക് 22 ആയിട്ടുണ്ടാവും, എനിക്കിപ്പോഴും 28 തന്നെ. സ്വർഗത്തിലേ അത് നടക്കുള്ളൂ പെണ്ണുങ്ങൾ. വെറുതെ ഇവിടെ മോഹിച്ചിട്ട് നുണ പറയണ്ട. ഉള്ള വയസ്സങ്ങ് പറഞ്ഞാൽ എന്താ കുഴപ്പം അല്ലേ? കുറച്ച് നേരത്തെ അവിടെ വന്നിട്ടുണ്ടെന്നല്ലേ അർത്ഥമുള്ളൂ. അപ്പോ സ്വർഗത്തിൽ വയസ്സ് കയറൂല, അവിടെ വയസ്സ് കയറൂല. 33 അവിടെ നിൽക്കുന്നതാണ്. അതിനാണ് ക്രോണിക് ബാച്ചിലർ എന്ന് പറയാം. നമ്മുടെ സിനിമക്കാരൊക്കെ പേര് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ ക്രോണിക് ബാച്ചിലർ എന്ന് പറഞ്ഞാൽ കാലാകാലം ബാച്ചിലറായി നിൽക്കുകയാണ്. അത് സ്വർഗത്തിലേ നടക്കുള്ളൂ. വെറുതെ മോഹിക്കണ്ട. മോഹിച്ചോളൂ, ആഖിറത്തിന് അമല് ചെയ്യാം, എന്നാ കിട്ടും. അവിടെ 33 വയസ്സാണ്. പ്രായപൂർത്തിയായതിന്റെ ശേഷം മരിച്ചുപോയ മുഴുവൻ ആളുകളും അങ്ങനെയാണ്. എല്ലാ ദിവസവും അവർക്ക് സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും അത്രേ. ലഹും സൂഖുൽ ജുമുഅ, അവിടെ ഒരു സൂഖുൽ ജുമുഅയുണ്ട്. ഗൾഫുകാർക്കൊക്കെ അറിയും ചിലപ്പോൾ സൂഖുൽ ജുമുഅ. ഒരുപാട് ഗൾഫ് രാജ്യങ്ങളിലുണ്ട് സൂഖുൽ ജുമുഅ, ഫ്രൈഡേ മാർക്കറ്റ്. അത് സ്വർഗത്തിലുണ്ട് എന്ന് നബി ഞങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൺസെപ്റ്റ് ആയിരിക്കണം നമ്മൾ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നത്. അവിടെ ഒരു ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ട്. നബി തങ്ങൾ പറയാണ്, പുതിയ പിള്ളമാരൊക്കെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി അവിടെ ചെല്ലും. എല്ലാം അവിടെയുണ്ട്. എല്ലാം ഫീഹാ മാ തശ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അയുൻ, കണ്ണുകൾക്ക് രോമാഞ്ചം ഉണ്ടാവുന്നതും ശരീരം എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാം അവിടെയുണ്ട്. അങ്ങാടിയിൽ പോയി തിരിച്ചു വരുമ്പോ പെണ്ണുങ്ങൾ ചോദിക്കുന്നു, പുതിയാപ്പിളെ നിങ്ങൾക്ക് വല്ലാത്ത ചൊർക്ക് കൂടിയിട്ടുണ്ടല്ലോ അങ്ങാടി പോയി വന്നപ്പോഴേക്കും. പെണ്ണ് ചോദിക്കും, പുതിയാപ്പിള അങ്ങോട്ട് അല്ലടി, നിനക്കും വല്ലാത്ത ചൊർക്ക് കൂടിയല്ലോ ഞാനങ്ങ് പോയി വന്നപ്പോഴേക്കും. അങ്ങനെ ഏട്ട കൂടിക്കൊണ്ടിരിക്കുന്ന ആ ചൊർക്ക്. ഇവിടെയൊക്കെ കുറഞ്ഞുകൊണ്ട് വരില്ല, അവിടെ കൂടുതലാണ്. ഓരോ വെള്ളിയാഴ്ചയും അപ്ഗ്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന. സുബ്ഹാനല്ലാഹ്. അപ്പൊ പെണ്ണുങ്ങളെ ആലോചിക്കുക, എന്തായാലും എന്താ പുതിയാപ്പിളാരെ ഊർലിങ്ങളപ്പം പോകും, നമ്മളിപ്പോ എവിടെയാണാവോ
ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് ചോദിച്ചത്. ഹബീബായ നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, അഹൂറുൽ ഐനി ഖൈറുൻ അം നിസാഉദ് ദുനിയാ? നബിയേ, ഹൂറുൽ ഐനികളാണോ നബിയേ നല്ലത്, അതല്ല ദുനിയാവിലെ പെണ്ണുങ്ങളാണോ, ആരാണ് ഖൈർ? നല്ലൊരു ചോദ്യമാണ്. പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടാവുക ചോദ്യം. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ എന്താ ഇപ്പം നമ്മളെ പറ്റി പുതിയാപ്പിളാരുണ്ടെന്ന് പറയാത്തത്? അല്ല, നമ്മളെ മറന്നുപോയോ? പെണ്ണുങ്ങൾ നിങ്ങളെ പറ്റി മറന്നിട്ടില്ല. എൻ്റെ മറുപടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പല വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒന്നുമില്ല, പെണ്ണിനാണുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു മോശമാണ്. അറബ് സംസ്കാരത്തിലും ഇസ്ലാമിക സംസ്കാരത്തിലും പെണ്ണിനാണുണ്ട് എന്ന് പറയുന്നത് അത് അല്ലാഹു മറച്ചു വെച്ചിരിക്കുകയാണ്. എവിടെയെന്നറിയോ? ഒരൊറ്റ ആയത്തിൽ. അതിൻ്റെ ഉള്ളിൽ പെണ്ണുങ്ങൾക്ക് പുതിയാപ്പിളാരുണ്ടെന്നും വന്നു. അവർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല പുതിയാപ്പിള അവിടെ കിട്ടും. കല്യാണം കഴിച്ചു പോകാത്ത പെണ്ണുങ്ങളൊക്കെ ആയിരുന്നു, അവർക്ക് പുതിയാപ്പിള വേണമെന്ന ആഗ്രഹം അവിടെ കൊടുക്കുന്നു. ഒരൊറ്റ ആയത്തിൻ്റെ ഉള്ളിൽ അല്ലാഹു വെച്ചു എന്ന് അതിൽ മനസ്സിലാക്കണം. കണ്ണുകൾക്ക് രോമാഞ്ചമുള്ളതും ശരീരം കൊതിക്കുന്നതുമെല്ലാം അവിടെയുണ്ട്. തസ്തഹീഹിൽ അൻഫുസ്, അതാണിന്റെ ശരീരമാവട്ടെ പെണ്ണിന്റെ ശരീരമാവട്ടെ, അവർക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതവിടെയുണ്ട്. അങ്ങനെയാണ്. ഉമ്മു സലമ ബീവി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, ഹൂറുൽ ഐനികളെ പറ്റി അങ്ങ് ഒരുപാട് പറഞ്ഞല്ലോ. വലനസ്വീഫുഹാ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഹൂറുൽ ഐനികളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ തലയിൽ വെക്കുന്ന ഒരു തട്ടം തന്നെ ഈ ലോകത്തെ എല്ലാ ആഡംബരത്തെക്കാളും ഖൈറെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൂറുൽ ഐനികളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ ഒരു തട്ടം കിട്ടിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ കിട്ടിയതിനേക്കാളും ഖൈറാണത്രേ ഹബീബായ റസൂലുള്ളാഹ്. വായ നല്ല ശുദ്ധമായവരാണ്, ദുർഗന്ധമമിക്കുന്നവരല്ല, സുഗന്ധമുള്ളവരാണ്. അവരുടെ ഉമിനീരിൽപ്പെട്ട ഒരു ഉമിനീരെങ്ങാനും അള്ളാഹുവിന്റെ ഭൂമിയിലെ ഉപ്പുജലമുള്ള ജലാശയങ്ങളിൽ ഒരു തുള്ളി ഉമിനീര് വീണ് കഴിഞ്ഞാൽ സമുദ്രങ്ങൾ മുഴുവനും മധുരമുള്ള ശുദ്ധജലമാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. അവരെങ്ങാനും സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്കൊന്ന് എത്തി നോക്കുകയായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം ഒന്നാകെ പ്രകാശപൂരിതമാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണല്ലോ ദുനിയാവിലെ പെണ്ണുങ്ങളോട് പറയുന്നത്, സ്വന്തം ഭർത്താക്കന്മാരെ വിഷമിപ്പിക്കുകയോ, ഭർത്താക്കന്മാരെ പെണ്ണുങ്ങളെ വിഷമിപ്പിക്കരുത്. അതിന്റെ കൂടെ തന്നെ പറയാം, ഇതൊക്കെ നമുക്കുള്ളത്, അവർക്കൊന്നുമില്ല, അങ്ങനെ വിചാരിക്കണ്ട. അവരോട് നമുക്ക് ബാധ്യതയുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ഭാര്യയുടെ നാവിൽ നിന്ന് നന്ദികേടുള്ള പ്രയോഗങ്ങൾ ഭർത്താവിനോട് വരികയാണെങ്കിൽ, നബി പറഞ്ഞൊരു ഹദീസ് ഓർമ്മ വരികയാണ്. ഇമാമുന നസായി റളിയല്ലാഹു അൻഹു, ഇമാമുന ഹക്കീം എന്നവർ മുസ്നദിൽ ഉദ്ധരിച്ച ഒരു ഹദീസ്. ഒരു പെണ്ണങ്ങാനും ലൗ അലിമത്തിൽ മറഅതു ഹഖ്ഖ സൗജ്, ഭർത്താവിന്റെ മഹത്വവും ഭർത്താവിന്റെ പുണ്യവും ഭർത്താവിനോട് കാണിക്കേണ്ട ബഹുമാനവും ഒരു പെണ്ണിന് അറിയുകയാണെങ്കിൽ, ഭർത്താവ് ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്നവരെ അവൾക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ്. മറ്റൊന്ന് പറഞ്ഞു, ശരീരത്തിലെ തലഭാഗത്ത് നിന്ന് കാലുവരെ ശരീരമാകെ മുറിവൊലിക്കുകയും ആ മുറിവിൽ നിന്ന് ഒലിച്ചു വീഴുന്ന രക്തവും വിസർജവുമെല്ലാം സ്വന്തം നാവ് കൊണ്ട് ഭർത്താവിന് വൃത്തിയാക്കി കൊടുക്കുക ചെയ്താൽ പോലും ഭർത്താവിനോട് ചെയ്യേണ്ട ബാധ്യത എപ്പോഴും വീടുന്നില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹ്. എന്തുകൊണ്ട് മോളെ, പെണ്ണുങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾക്ക് പോവാനുള്ള സ്വർഗത്തിന്റെ താക്കോൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നിങ്ങളുടെ ഭർത്താവാണ്. കള്ളുകുടിയനായ ഭർത്താവല്ല, അന്യ പെണ്ണുങ്ങളെ നോക്കി നടക്കുന്ന ഭർത്താവല്ല, അന്യ പെണ്ണുങ്ങളോട് വാട്സപ്പിൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കി ചാറ്റ് ചെയ്യുന്നവനല്ല. നിങ്ങളുടെ സ്വാലിഹായ ഭർത്താവ്, കണ്ണുകളെ നിയന്ത്രിക്കുന്ന നിങ്ങളുടെ സ്വാലിഹായ ഭർത്താവ് നിങ്ങൾക്ക് നാളെ സ്വർഗം കിട്ടാൻ കാരണമാണല്ലോ. അയ്യുമംറഅത്തിൻ സ്വല്ലത്ത് ഖംസഹാ വസ്വാമത് ശഹ്റഹാ വഅതാഅത് ബഅലഹാ വഹഫിളത് ഫർജഹാ ഖീല ലഹാ ഉദ്ഖുലി മിൻ അയ് അബ്വാബിൽ ജന്നത്തി ശിഅതി. ഏതെങ്കിലും ഒരു പെണ്ണ് 5 നേരം നിസ്കരിക്കുകയും റമളാൻ നോമ്പെടുക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും വ്യഭിചരിക്കാതെ ശരീരം സൂക്ഷിക്കുകയും ചെയ്താൽ ഖീല ലഹാ, അവളോട് പറയപ്പെടും, ഉദ്ഖുലി മിൻ അയ് അബ്വാബിൽ ജന്നത്തി ശിഅതി, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളിൽ, വാതിലുകളിൽ, കവാടങ്ങളിൽ, 8 കവാടങ്ങളിൽ ഏതിലൂടെ വേണോ നിനക്ക് കടന്നു പോകാമെന്ന് ആ പെണ്ണിനോട് പറയപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹ്.
ഹുറുലീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഉമ്മു സലമ ബീവി പറയുകയാണ്, നബിയേ അല്ലാഹുവിന്റെ റസൂലേ, ആ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മഹത്വമുണ്ടെങ്കിൽ ഞങ്ങൾ യാത്ര പോകുന്നവരല്ല, ഞങ്ങൾ കൂടെ താമസിക്കുന്നവരാണ്, ഞങ്ങൾ മടി വരുന്നവരല്ല, ഞങ്ങൾ മടുപ്പിക്കുന്നവരുമല്ല എന്നവർ പാട്ടുപാടും. ഹബീബായ നബി തങ്ങൾ ആ പാട്ടുകളൊക്കെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് കണ്ണുകൾ ചിമ്മുന്നവരുണ്ട് പെണ്ണുങ്ങളിൽ, അന്യ ഒരു പുരുഷനെ അവർ നോക്കുന്നവരല്ല. അതിനേക്കാളും ഒരു ഗ്രേഡ് മീതയാണ് മഖ്സൂറാത്ത്. ആദ്യം പറഞ്ഞത് ഖാസുറാത്തു ത്വർഫ്, ഇവരുടെ ഭാര്യമാർ മറ്റുള്ളവരെ നോക്കുന്നവരല്ല, മറ്റുള്ളവരോട് കണ്ണെടുത്ത് നോക്കുന്നവരല്ല. അങ്ങനെയാണ് മറ്റുള്ളവർ. ഭർത്താവുണ്ടായിരിക്കെ ഭർത്താവിന്റെ ഫോൺ വരുമ്പോൾ ബോറടിക്കാന്ന് പറഞ്ഞ് കാമുകന്റെ ഫോൺ എടുക്കാൻ വേണ്ടി ഇയാൾ നിർത്തൂല്ലല്ലോ ഫോണെന്ന് വിചാരിച്ച് ഗൾഫിൽ നിന്ന് വിളിക്കുന്ന ഭർത്താവിന്റെ ഫോൺ കാണുമ്പോഴേക്കും ഇറങ്ങി ഓടുന്ന പെണ്ണുങ്ങളുണ്ട്. അത്ര സുബ്ഹാനല്ലാഹ്. ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പൈസ അവൾ ഇങ്ങനെ കാമുകൻ അയച്ചു കൊടുക്കുന്നു, രണ്ടാളും കറങ്ങുന്നു, വരുന്നു, ആരും അറിയുന്നില്ല, ചോദിക്കുന്നില്ല. കണ്ണുകൾ താഴെ വെക്കുന്നവരാണ്, അന്യ പുരുഷന്മാരിലേക്ക് അവർ നോക്കുന്നവരല്ല എന്ന് സ്വർഗവാസികൾക്ക് നൽകുന്ന ഒരു വിഭാഗം പെണ്ണുങ്ങളെ പറഞ്ഞപ്പോ ഖാസിറാത്ത്, പിന്നെ പറഞ്ഞു ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. കണ്ണുകളെ താഴ്ത്തിവെക്കപ്പെട്ടവർ. ആദ്യം പറഞ്ഞ് അവര് കണ്ണ് താഴ്ത്തുകയാണ്, ഇനി പറയുന്നവർക്ക് കണ്ണ് പൊക്കാനേ കഴിയില്ല, അന്യരിലേക്ക് നോക്കാനേ കഴിയില്ല. അവരുടെ കണ്ണുകളെ അള്ളാഹു തന്നെ അങ്ങനെയാണ് സജ്ജീകരിച്ചത്. അത്രയും സ്വന്തം ഭർത്താവിന് മുഴുവൻ സ്നേഹവും കൊടുക്കുന്ന പെണ്ണുങ്ങൾ അവിടെയുണ്ട്. ഇതൊക്കെ പറഞ്ഞപ്പോഴാ ഉമ്മു സലമ ബീവി നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ ചിന്ത വരുന്ന പോലെ ചോദിക്കുന്നു, നബിയേ അങ്ങനെയാണെങ്കിൽ ഞങ്ങളെക്കാളും ഉത്തമമാണോ നബിയേ സ്വർഗീയ സുന്ദരിമാർ? ഉമ്മു സലമ അല്ല, ഉമ്മു സലമ അല്ല, ഉമ്മു സലമ നിങ്ങളാണ് അവരെക്കാളും ഖൈർ, അവരെക്കാളും സുന്ദരിമാർ നിങ്ങളായിരിക്കും. എന്തുകൊണ്ട് നബിയേ? ബിസ്വലാത്തികുന്ന വസിയാമികുന്ന, നിങ്ങളല്ലയോ നിസ്കരിച്ചത്, നിങ്ങളല്ലയോ അല്ലാഹുക്ക് നോമ്പെടുത്തത്, നിങ്ങളല്ലയോ മക്കളെ പോറ്റി വളർത്തിയത്, നിങ്ങളല്ലയോ ത്യാഗം ചെയ്തത്. ഇതൊന്നും ചെയ്യാത്തവർക്ക് തന്നെ അല്ലാഹു ഈ സൗന്ദര്യം നൽകുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്ത നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം